നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ ഓപ്പണിംഗ് സീരീസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെസ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഓപ്പണിങ്ങുകളെ പറ്റി ഏകദേശം ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങുകളെ പറ്റി ഏകദേശം ധാരണയുള്ളവർ ഈ വീഡിയോ കാണണമെന്നില്ല. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ചെസ് ഗെയിമിലെ ആദ്യത്തെ മൂവ് ചെയ്യേണ്ടത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. വൈറ്റിനിവിടെ 8 പോണുകളുണ്ട്. ഇതിൽ ഏത് പോണിനെ വേണമെങ്കിലും ഒന്നുകിൽ ഒരു കോളം മുന്നിലേക്കോ അല്ലെങ്കിൽ 2 കോളം മുന്നിലേക്കോ മൂവ് ചെയ്തുകൊണ്ട് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ പോണുകളല്ലാതെ ഏതെങ്കിലും പീസിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത് ഈ നൈറ്റുകളെ മാത്രമാണ്. ഓരോ നൈറ്റിനെയും ഇതുപോലെ ഏതെങ്കിലും 2 സ്ക്വയറുകളിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ വൈറ്റിന് ഒരു ഗെയിം 20 രീതിയിൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇതുപോലുള്ള വൈറ്റിൻ്റെ ഏത് മൂവിനെതിരെയും ബ്ലാക്കിനും 20 രീതിയിൽ പ്രതികരിക്കാൻ കഴിയും. നമ്മളിപ്പോൾ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂവുകൾ നോക്കുന്നില്ല, വൈറ്റിൻ്റെ ഫസ്റ്റ് മൂവിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത്. ഇങ്ങനെ വൈറ്റിന് സാധ്യമായിട്ടുള്ള 20 മൂവുകളും അതിനെ തുടർന്നുള്ള മൂവുകളെയും കുറിച്ച് പല കാലഘട്ടങ്ങളിലായിട്ടുള്ള വിദഗ്ധരായ ചെസ് പ്ലെയേഴ്സ് വിശദമായ പഠനങ്ങൾ നടത്തുകയും അവരുടെ ഗെയിമുകളിൽ അത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് ഓരോ ഓപ്പണിങ്ങും അത് ആദ്യമായി അവതരിപ്പിച്ച ആളുടെ പേരിലോ അല്ലെങ്കിൽ കൂടുതൽ പോപ്പുലറാക്കിയ ആളുടെ പേരിലോ ആണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് മൂവിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകും തോറും പ്ലെയേഴ്സിൻ്റെ പേരിൽ മാത്രമല്ലാതെ രാജ്യങ്ങളുടെ പേരിലും മറ്റ് സ്ഥലങ്ങളുടെ പേരിലും അതുപോലെ കരുക്കൾ ഡെവലപ്പ് ചെയ്യുന്ന രീതി അനുസരിച്ചുമുള്ള പലതരത്തിലുള്ള ഓപ്പണിങ്ങുകൾ കാണാൻ കഴിയും. നമുക്ക് ആദ്യത്തെ മൂവുകൾ ആരുടെയെല്ലാം പേരിലാണ് അറിയപ്പെടുന്നതെന്ന് നോക്കാം. വൈറ്റ് A3 മൂവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകൾ ആൻഡേഴ്സൺസ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന അഡോൾഫ് ആൻഡേഴ്സൺ സാക്ഷാൽ പോൾ മോർഫിക്കെതിരെ കളിച്ച് വിജയിച്ചതിലൂടെയാണ് ഈ ഓപ്പണിംഗ് പോപ്പുലർ ആകുന്നത്. ഈ മൂവ് കാണുമ്പോൾ ഒരു വീക്ക് ഓപ്പണിംഗ് ആയിട്ട് തോന്നുമെങ്കിലും കാൾസനും നാക്കാമുറയും പോലുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയേഴ്സ് ഇപ്പോഴും ഈ ഓപ്പണിങ്ങിൽ ഒരുപാട് ഗെയിമുകൾ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഓപ്പണിങ്ങിൻ്റെ പേരുകൾ മാത്രം പറഞ്ഞു പോകാം. ഓരോ ഓപ്പണിങ്ങിനെ കുറിച്ചും പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓപ്പണിങ്ങിലെ തുടർന്നുള്ള മൂവുകളും മറ്റ് വേരിയേഷനുകളും ആ ഓപ്പണിങ്ങിൽ നടന്നിട്ടുള്ള ഗെയിമുകളും എല്ലാം ഉൾപ്പെടുത്തി വളരെ വിശദമായി തന്നെ വീഡിയോസ് ചെയ്യാം. അടുത്തത് വൈറ്റ് A4 മൂവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിംഗ് വെയർ ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ ചെസ് പ്ലെയർ ആയിരുന്ന ക്രിസ്റ്റൻ വെയറിൻ്റെ പേരിൽ നിന്നുമാണ് ഈ പേര് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് B3 ആണ്. ഈ ഓപ്പണിംഗ് നിംസോവിച്ച് ലാർസൺ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 2 കാലഘട്ടങ്ങളിലായിട്ട് ഡെവലപ്പായി വന്ന ഒരു ഓപ്പണിംഗ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിഹാസ താരങ്ങളായ ആരോൺ നിംസോവിച്ചിൻ്റെയും ബെൻ ലാർസൻ്റെയും പേരിലാണ് ഈ ഓപ്പണിംഗ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ക്രമമായി തന്നെ വരുന്നതായിരിക്കും. അടുത്തത് വൈറ്റ് B4 മൂവ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പോളിഷ് ഓപ്പണിംഗ് ആണ്. ഈ ഓപ്പണിങ്ങിനും ഒന്നിലധികം അവകാശികളുണ്ട്. 1893 ബെൻഹാർഡ് ഫ്ലൈസിംഗ് എന്ന ഓസ്ട്രിയൻ ചെസ് മാസ്റ്ററാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ആശയം അവതരിപ്പിക്കുന്നത്. എന്നാൽ ആ ഗെയിമിൽ അദ്ദേഹത്തിന് വളരെ വേഗം തോൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിംഗ് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പോളിഷ് ഗ്രാൻഡ് മാസ്റ്ററായ ടാറ്റാകോവർ റിച്ചാർഡ് റെറ്റെ തോൽപ്പിച്ചതോടെയാണ് ഈ ഓപ്പണിംഗ് വീണ്ടും പോപ്പുലർ ആകുന്നത്. ഒറങ്ങൂട്ടാൻ ഓപ്പണിംഗ് എന്നറിയപ്പെടുന്നതും ഈ ഓപ്പണിംഗ് തന്നെയാണ്. അതിനെക്കുറിച്ചും വിശദമായിട്ട് പിന്നീട് പറയാം. അടുത്തത് C3 ആണ്. ഈ ഓപ്പണിംഗ് ഒരു ചെസ് ക്ലബിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സ്പെയിനിലെ സരഗോസ എന്ന ചെസ് ക്ലബിൽ നിന്നാണ് ഈ ഓപ്പണിംഗ് ഡെവലപ്പായി വന്നത്. അതുകൊണ്ട് തന്നെ ഇത് സരഗോസ ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് C4 മൂവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. ഇത് വൈറ്റിന് ഏറ്റവും കൂടുതൽ വിജയസാധ്യതകളുള്ള ഓപ്പണിങ്ങുകളിൽ ഒന്നാണ്. ഈ ഓപ്പണിങ്ങിൽ ഒരുപാട് ഗെയിമുകൾ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആയിരുന്ന ഇംഗ്ലീഷ് ചെസ് മാസ്റ്റർ ഹൊവാർഡ് സ്റ്റോണ്ടൻ ആണ് 1843 ആദ്യമായി ഇങ്ങനൊരു ആശയം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 2024 എത്തുമ്പോഴേക്കും ടോപ്പ് പ്ലെയേഴ്സിൻ്റെ ഇഷ്ട ഓപ്പണിങ്ങുകളിൽ ഒന്നുകൂടെയാണ് ഈ ഇംഗ്ലീഷ് ഓപ്പണിംഗ്. അടുത്തത് ക്വീൻസ് പോൺ ഓപ്പണിങ്ങും കിങ്സ് പോൺ ഓപ്പണിങ്ങും ആണ്. ചെസ്സിലെ ഏറ്റവും പോപ്പുലറായ 2 ഓപ്പണിങ്ങുകളാണിത്. ഈ 2 ഓപ്പണിങ്ങുകളെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ സീരീസിൽ ഇനി തുടർന്ന് വരാൻ പോകുന്നത്. അടുത്തത് വൈറ്റ് D3 മൂവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന മീസസ് ഓപ്പണിംഗ് ആണ്. ജർമ്മൻ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്ന ജാസ് മിസസിൻ്റെ പേരിലാണ് ഈ ഓപ്പണിംഗ് അറിയപ്പെടുന്നത്. വൈറ്റ് E3 മൂവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകൾ വാൻസ് ക്രൂയിസ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഡച്ച് ചെസ് പ്ലെയർ ആയിരുന്ന മാർട്ടിൻ വാൻ ക്രൂയിഡ്സിൻ്റെ പേരിലാണ് ഈ ഓപ്പണിംഗ് അറിയപ്പെടുന്നത്. ഇനിയുള്ളത് വളരെ ഡേഞ്ചറായിട്ടുള്ള ബാൻസ് ഓപ്പണിങ്ങും അതുപോലെ ബാറ്റ്സ് ഓപ്പണിങ്ങുമാണ്.
ഈ രണ്ട് ഓപ്പണിങ്ങുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടർന്നുള്ള മൂവുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കളിച്ചില്ല എങ്കിൽ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാൻ സാധ്യതയുള്ളൊരു ഓപ്പണിംഗ് ആണ്. ഉദാഹരണത്തിന് അടുത്ത മൂവിൽ ബ്ലാക്ക് E6 E5 മൂവ് ചെയ്യുമ്പോൾ വൈറ്റ് G4 ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകും. ഇത്തരം ചെക്ക്മേറ്റുകൾക്ക് ഫൂൾസ് മേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മൂവിൻ്റെ ഓർഡറുകൾ ഇതുപോലെ തന്നെ ആവണമെന്നില്ല. എന്തായാലും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഏകദേശം ഈ രീതിയിൽ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാൻ സാധ്യതയുള്ള ഓപ്പണിങ്ങുകളാണ്. എന്നാൽ ഈ ഓപ്പണിങ്ങിൻ്റെ തുടർന്നുള്ള മൂവുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കളിച്ചാൽ ഇത് വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് തന്നെയാണ്. ബേസിക് ഐഡിയകളും തുടർന്നുള്ള മൂവുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണമെന്ന് മാത്രം. ഇതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം. വൈറ്റ് G3 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പണിങ്ങിന് കിങ്സ് ഫാങ്കറ്റോ ഓപ്പണിംഗ് എന്നും G4 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പണിങ്ങിന് ഗ്രോബ് ഓപ്പണിംഗ് എന്നും അറിയപ്പെടുന്നു. അതുപോലെ H3 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പണിങ്ങിന് ക്ലെമൻസ് ഓപ്പണിംഗ് എന്നും H4 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാഡാസ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഡെസ്പ്രസ് ഓപ്പണിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ ഓപ്പണിംഗ് നമ്മുടെ A4 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം സെയിം തിയറി തന്നെയാണ്. ഇത്രയുമാണ് വൈറ്റിന് പോണുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ മൂവുകൾ. ഇനിയുള്ള ഓപ്ഷൻ ഈ നൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാണ്. അതിൽ നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകളെ വാൻഗീത് ഓപ്പണിംഗ് എന്നും A3ലേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ സോഡിയം അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകളെ റെട്ടി ഓപ്പണിംഗ് എന്നും H3ലേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അമർ ഓപ്പണിംഗ് എന്നും അറിയപ്പെടുന്നു. ഇതെന്തൊക്കെയാണെന്ന് വരും വീഡിയോകളിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതൊക്കെയാണ് വൈറ്റിന് ആദ്യമായി മൂവ് ചെയ്യാൻ കഴിയുന്ന 20 മൂവുകൾ. ആദ്യത്തെ മൂവുകളെക്കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ വൈറ്റിൻ്റെ ആദ്യത്തെ മൂവുകളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. എന്നാൽ വൈറ്റിൻ്റെ ഓരോ മൂവിനെതിരെയും ബ്ലാക്കിന് ഏറ്റവും മികച്ച മൂവ് ഏതാണെന്നും അതിനുശേഷം വൈറ്റ് ചെയ്യേണ്ട മൂവ് ഏതാണെന്നും പിന്നീട് തുടർന്നുള്ള മൂവുകളെക്കുറിച്ചും പല കാലഘട്ടങ്ങളിലായിട്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഓപ്പണിങ്ങിലും രണ്ട് ഭാഗത്തുനിന്നും വരാവുന്ന ഏറ്റവും മികച്ച മൂവുകളെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി കണ്ടെത്തിയ മൂവുകളെയാണ് ബുക്ക് മൂവുകളായിട്ട് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഓരോ ഓപ്പണിങ്ങിലെയും ബുക്ക് മൂവുകളെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്നവർക്ക് ഓപ്പണിങ്ങിലെ 10-15 മൂവുകൾ വളരെ വേഗത്തിൽ തന്നെ കളിച്ചു പോകാൻ കഴിയും. എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഒരു ചെസ് ഗെയിമിന് 3 ഘട്ടങ്ങളുണ്ട്: ഓപ്പണിംഗ്, മിഡിൽ ഗെയിം ആൻഡ് എൻഡ് ഗെയിം. ഓരോരുത്തരും കളിക്കുന്ന ഓപ്പണിങ്ങിൻ്റെ അടിസ്ഥാന ആശയവും അതിൻ്റെ തുടർന്നുള്ള മൂവുകളും അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ മിഡിൽ ഗെയിമിലേക്ക് എത്താൻ കഴിയും. എന്നാൽ ഓപ്പണിങ്ങിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാതെ കളിക്കുന്നവർ വളരെ വേഗം തന്നെ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. വേഗത്തിൽ ട്രാപ്പിലായ ഗെയിമുകൾ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഗെയിമുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. ഒരു ഗെയിം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓപ്പണിങ്ങിൽ നിന്നും മിഡിൽ ഗെയിമിലേക്ക് എത്തിക്കാൻ പ്രധാനമായും 3 ഓപ്ഷനാണുള്ളത്. അതിൽ ഒന്നാമത്തതും ഏറ്റവും മികച്ചതുമായിട്ടുള്ള ഓപ്ഷൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഓരോ മൂവിനെതിരെയും സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച മൂവുകളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക എന്നതാണ്. ഏറ്റവും മികച്ച ഓപ്ഷൻ എന്നതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഓപ്ഷനും ഇത് തന്നെയാണ്. കാരണം ഓരോ മൂവുകൾക്ക് ശേഷവും സാധ്യമായ മൂവുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഓപ്പണിങ്ങുകളെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. അതിന് അതിൻ്റേതായ സമയമെടുക്കും. ചെസ്സിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരാണ് ഇങ്ങനെ ഓരോ ഓപ്പണിങ്ങുകളെക്കുറിച്ചും പ്രത്യേകം പഠിക്കുന്നത്. എന്നാൽ അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതായത് ഓരോ ഓപ്പണിങ്ങുകളെക്കുറിച്ചും വ്യക്തമായി പഠിക്കുന്നതിന് പകരം സെൻറ്റർ കൺട്രോൾ ചെയ്യുക, പീസുകളെ വേഗം ഡെവലപ്പ് ചെയ്യുക, വളരെ വേഗം കാസ്ലിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മിഡിൽ ഗെയിമിലേക്ക് എത്താൻ കഴിയും. നമ്മൾ ഏതൊരു ചെസ് പുസ്തകം തുറന്നാലും അതിൽ ആദ്യം കാണുന്നത് ഇതുപോലെ ഓപ്പണിങ്ങിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനെ പല പുസ്തകങ്ങളിൽ പല രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ ഓപ്പണിംഗ് പ്രിൻസിപ്പിൾസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഗെയിമുകൾ വിജയിക്കാൻ കഴിയുമെങ്കിലും ഒരു നിശ്ചിത ലെവൽ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും 2 ഓപ്പണിങ്ങിനെ കുറിച്ചെങ്കിലും വ്യക്തമായ അറിവ് വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു ഷോർട്ട് കട്ടാണ്. അതായത് നമ്മൾ എതിരാളിയുടെ മൂവിനനുസരിച്ചല്ല മൂവ് ചെയ്യുന്നത്. എതിരാളി എന്ത് തന്നെ മൂവ് ചെയ്താലും നമ്മൾ നമ്മളുടെ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. ഇവിടെ നമ്മുടെ ലക്ഷ്യം ആദ്യം ഈ 2 പീസുകൾ ഡെവലപ്പ് ചെയ്യുകയും
കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്നുകിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആരംഭിക്കുക, അല്ലെങ്കിൽ G3 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം G3 മൂവ് ചെയ്യുന്നു, അതിനുശേഷം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, അതിനുശേഷം നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് എന്തിനു മൂവ് ചെയ്താലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു ഓപ്പണിംഗ് സിസ്റ്റമാണ്. ബാഴ്സ സിസ്റ്റം എന്നാണ് ഈ സിസ്റ്റം അറിയപ്പെടുന്നത്. വൈറ്റിന് ഗെയിം മറ്റു പല ഓപ്പണുകളിലേക്കും മാറ്റാനും കഴിയും. ഇനി വേറൊരു സിസ്റ്റം നോക്കാം. വൈറ്റ് ആദ്യം D4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് E3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. പിന്നീട് C3 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു പിരമിഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. ഇതും ഒരു ഓപ്പണിംഗ് സിസ്റ്റമാണ്. ഇതിന് കൊള്ളി സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും കളിക്കാൻ കഴിയുന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. എല്ലാത്തിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഒരുപാട് സമയം കളഞ്ഞ് എല്ലാ ഓപ്പണിങ്ങുകളും പഠിക്കുന്നതിനേക്കാൾ ഇതുപോലെ ഓപ്പണിംഗ് സിസ്റ്റംസ് പഠിച്ചാൽ പോരെ എന്ന്. എന്നാൽ ഓപ്പണിംഗ് സിസ്റ്റംസ് മാത്രം പഠിക്കുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതുപോലെ ചെറിയ ദോഷങ്ങളും ഉണ്ട്. ഇങ്ങനെ സിസ്റ്റംസ് പഠിക്കുന്നുണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം നമുക്ക് വേറെ ഒന്നും നോക്കാതെ വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അതിലൂടെ ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും എന്നതാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈസി ആയിട്ട് മിഡിൽ ഗെയിമിലേക്ക് എത്താനും കഴിയും. അതുതന്നെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയും. അതായത് നമ്മൾ ഒന്നും നോക്കാതെ കളിക്കുന്ന കാരണം നമുക്ക് ഓപ്പണിങ്ങിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. എന്നാൽ ഒരു സിസ്റ്റം പഠിക്കുമ്പോൾ ആ സിസ്റ്റത്തെ ഏതൊക്കെ ഓപ്പണിങ്ങുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നതുകൂടെ മനസ്സിലാക്കിയ ശേഷം ആ ഓപ്പണിങ്ങുകളെക്കുറിച്ചും വിശദമായി പഠിച്ചാൽ നമുക്ക് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി നമുക്ക് വൈറ്റിൻ്റെ ഫസ്റ്റ് മൂവിലേക്ക് തന്നെ തിരിച്ചു വരാം. വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്തമായ 20 രീതിയിൽ വൈറ്റിന് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും ആദ്യത്തെ മൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പണിങ്ങുകളെ പ്രധാനമായും 3 ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തത് വൈറ്റ് E4 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കിങ്സ് പോൺ ഓപ്പണിങ്ങുകളാണ്. ചെസ്സിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഓപ്പണിങ്ങുകളിൽ ഒന്നാണിത്. E4 മൂവിനെതിരെ ബ്ലാക്ക് E5 ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓപ്പൺ ഗെയിംസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് E5 അല്ലാതെ വേറെ എന്തിനെ മൂവ് ചെയ്താലും അതിനെ സെമി ഓപ്പൺ ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തത് അതുപോലെ തന്നെ പോപ്പുലറായ D4 ഓപ്പണിങ്ങുകളാണ്. ഈ ഓപ്പണിംഗ് ക്വീൻസ് പോൺ ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റിൻ്റെ D4 മൂവിനെതിരെ ബ്ലാക്ക് D5 മൂവ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകളെ ക്ലോസ്ഡ് ഗെയിമുകളാണെന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് D5 അല്ലാതെ വേറെ എന്തിനെ മൂവ് ചെയ്താലും അത് സെമി ക്ലോസ്ഡ് ഗെയിമുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ E4 D4 അല്ലാതെ വൈറ്റ് വേറെ ഏത് മൂവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമുകളെയും ഫ്ലാങ്ക് ഓപ്പണിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഗെയിം പുരോഗമിക്കും തോറും വൈറ്റിൻ്റെ അതേ മൂവുകൾ തന്നെ ബ്ലാക്കും ചെയ്യുന്ന ഒരുപാട് ഓപ്പണിങ്ങുകളുണ്ട്. അത്തരം ഓപ്പണിങ്ങുകൾ സിമെട്രിക്കൽ ഓപ്പണിങ്ങുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ചില ഓപ്പണിങ്ങുകളിൽ പീസുകളെ വളരെ വേഗം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1-2 പോണുകളെ വെറുതെ കൊടുക്കാറുണ്ട്. അത്തരം ഓപ്പണിങ്ങുകൾക്ക് ഗാംബിറ്റ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഡാനിഷ് ഗാംബിറ്റ് ആണ്. ഇതിനെല്ലാം പുറമെ ക്ലാസിക്കൽ ഓപ്പണിംഗ്, ടാക്റ്റിക്കൽ ഓപ്പണിംഗ്, പൊസിഷണൽ ഓപ്പണിംഗ് ഇങ്ങനെയെല്ലാം പേരുകളിൽ പലതരം ഓപ്പണിങ്ങുകളുണ്ട്. ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ വരുന്ന വീഡിയോകളിൽ നമുക്ക് നോക്കാം. ഇത് തുടക്കക്കാർക്ക് ഓപ്പണിങ്ങുകളെക്കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വൈറ്റിൻ്റെ ഏറ്റവും പോപ്പുലറായ E4 മൂവിനെതിരെ ബ്ലാക്കിന് സാധ്യമായ പ്രധാനപ്പെട്ട എല്ലാ മൂവുകളും അതിൻ്റെ വേരിയേഷനുകളുമാണ് ഇനിയുള്ള വീഡിയോകളിൽ ചെയ്യാൻ പോകുന്നത്. ഓരോ ഓപ്പണിങ്ങിലെയും ഓരോ വേരിയേഷൻസ് കഴിയുമ്പോഴും അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ടീമിൽ ടൂർണമെൻറ്റുകളുണ്ടാവും. ടൂർണമെൻറ്റുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 7:30 ഒരു ഫ്രണ്ട്ലി ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. ഇനിയുള്ള ടൂർണമെൻറ്റുകൾ ഓരോ ഓപ്പണിങ്ങുകളെയും ബേസ് ചെയ്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.